അങ്ങനെ നമ്മൾ ഗവി സിറ്റിയിലെത്തി കേട്ടോ. ആ പോട്ടെ 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 പോട്ടെ. നമസ്കാരം. ഇപ്പം ഇന്ന് BTCയുടെ ഭാഗമായിട്ട് നമ്മളിപ്പം ഗവിക്ക് പോകണം. ഗവിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുട്ടവഞ്ചി സവാരി, അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോന്നിയിൽ അടവി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കുട്ടവഞ്ചി സവാരി ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ഗവിയിലേക്ക് പോകാം. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെയും BTCയുടെ ഭാഗമായിട്ട് വേറെയും വണ്ടികൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ നമ്മുടെ ഞങ്ങൾ വന്ന വഴിയാണിത്. അവിടെ ഇപ്പോൾ BTCയുടെ ഇത് നമ്മുടെ വണ്ടി കേട്ടോ. അതായത് പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി മാറും. പത്തനംതിട്ട ചെറിയ വണ്ടി ഗവിക്ക് പോകത്തുള്ളൂ. അപ്പം ആ വണ്ടിയാണ് കിടക്കുന്നത്. കൂടാതെ വേറെ 2 വണ്ടിയുടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടവഞ്ചി ഉള്ളത്. അടവി എന്നാണ് ഈ സ്ഥലത്തിന് പേര്. വെള്ളം പതുക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? വൈശാഖ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുട്ടവഞ്ചി സവാരിയൊക്കെ ഒന്ന് കാണാം. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ വണ്ടി പാർക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്നു. അത് മെയിൻ റോഡ്. മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളോട്ട് കയറിയാ കേട്ടോ. അടുവാ ഹോട്ടൽ. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം അത് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അതിൻ്റെ അപ്പുറം വഴി ഇറങ്ങിയാണ് നമ്മൾ കുട്ടവഞ്ചി സവാരിയിലോട്ട് പോകുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം കുട്ടവഞ്ചികളാണ് കേട്ടോ. എത്ര കുട്ടവഞ്ചി ഇരിക്കുന്നു. ഒരെണ്ണത്തിൽ 8-9 പേർക്ക് ഇരിക്കാം. ഇതിൻ്റെ ബിൽഡിങ് ഫോറസ്റ്റ് ബിൽഡിങ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഐ ലവ് അടവി. നമ്മൾ ചുറ്റുമുള്ള പച്ചപ്പും സഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിയ വിരുന്നിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതും കുട്ടവഞ്ചിയുടെ വകയായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ കുട്ടവഞ്ചി സവാരി തുടങ്ങാം അല്ലേ? ജാക്കറ്റൊക്കെ ഇട്ട് വേണം പോകാൻ. നമ്മുടെ കുട്ടവഞ്ചി സവാരി തുടങ്ങാൻ പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. പോരട്ടെ.
പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കുട്ടവഞ്ചി സവാരി ആരംഭിച്ചു. ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? എൻ്റെ പേര് സഞ്ജു. സഞ്ജു. ഇവിടെ തന്നെയാണോ വീട്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. വലിയ മാലിന്യങ്ങളില്ലാത്ത വെള്ളമല്ലേ? വലിയ കുഴപ്പമില്ല. ആ സമയത്ത് മതപ്പാടുണ്ടായി തീർന്നു. 2 പാപ്പാന്മാര് വനംപട്ട തീറ്റി. അല്ല, ഈ സമയത്തെ എഴുന്നള്ളത്തിന്റെ സമയത്ത് അത് മതപ്പാട് ഇളകി കഴിഞ്ഞാൽ തീർന്നില്ല. ആ സീസണിൽ വരുമാനം പോയി. ഇതെവിടെയാണെന്നറിയോ? ജയ്പൂർ ഫോർട്ട്. നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ പുഴയും സന്ധ്യകളും. അങ്ങനെ കൊട്ടവഞ്ചി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷുഹൈബ് താഴെ വീണു. ഞാനും കറങ്ങി. എന്റെ കിളി പോയി. എന്റെ കിളി പോയി. നടക്കാൻ പറ്റൂല. പറഞ്ഞോ, ഓരോരുത്തരും ഒരാള് കൈ തന്നാൽ നീണ്ട കയ്യെ പിടിക്കുക, പതിയെ ഒരു കാലെടുത്ത് ഇങ്ങോട്ട് വെക്കുക, പതിയെ മറ്റേ കാലം പൊക്കുക, നിൽക്കുക, കൈ കൊടുക്കുക. സാർ എഴുതല്ലോ. ഓട്ടോ കയറുന്നുണ്ടേ. ഇല്ല, അവരവിടെ ഒതുക്കി, അവനവിടെ നിർത്തി. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇത് ഈ ഇറക്കം. അങ്കമൊഴിയിൽ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ അങ്കമൊഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ കുറേ പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൊടുക്കണം, എത്ര അഡൽട്ട്സ് ഉണ്ട്, എത്ര ചിൽഡ്രൻസ് ഉണ്ട്, അങ്ങനെ അതിന് ഫീസുണ്ട്. ആ ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ വണ്ടി നമ്പരൊക്കെ എഴുതിയിട്ട് നമ്മൾ പോകും. ഇപ്പോൾ ആ കിടക്കുന്നത് പത്തനംതിട്ടയുടെ ഗവി സർവീസാണ്. നമുക്ക് ഒരാളുടെ ഗൈഡാണ് നിൽക്കുന്നത്. ഇവിടെ ഗൈഡുണ്ട്.
പറയാമോ? ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു. നമുക്ക് പതുക്കെ പോവാം. കയറിക്കേ. കേൾക്കത്തില്ല, ജസ്റ്റ് അത് കാണിച്ചു നോക്കാം. ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്. ആരാമണമല്ല, ശബരിമല ചുറ്റിയാണ് നമ്മൾ യാത്ര. ഇവിടെ കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ. വരല്ലേ ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ. ഇവിടെ നമുക്ക് ഇനിയിപ്പം വണ്ടിയിലെ ആൾക്കാരുടെ എണ്ണം കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫോറസ്റ്റ് ഓഫീസ്. ഇപ്പം നമ്മൾ വനത്തിലേക്ക് കയറുകയാണ് ഇത് ചെയ്യാൻ. പിന്നീട് ടെലിസ്കോപ്പ് പൈപ്പുകളിലാക്കിയാണ് പവർ ഹൗസ് വരുന്നത്. ആ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം വരുന്ന വെള്ളമാണ് ഈ ഡാമിൽ ക്ലിയർ ചെയ്യുന്നത്. 31 പാസഞ്ചർ 3 സ്റ്റാഫ്. ജനലിലിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞത് ഫസ്റ്റ് ഡാമാണ്, ആദ്യത്തെ ഡാമാണ്. ആദ്യത്തെ ഡാമാണ് വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം വരുന്ന വെള്ളം സേവ് ചെയ്ത് വീണ്ടും വെള്ളം പവർ ഹൗസിലേക്ക് ശ്രീധർത്തോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ വാൽവാണ്. ഇവിടെ നിന്ന് വെള്ളം പോകുന്നതിന്റെ വാൽവാണ് ഈ വലത്ത് സൈഡിൽ കാണുന്നത്. കടൽ മുഖേന ഈ വെള്ളം വീണ്ടും വൈദ്യുതി ഉൽപ്പാദനം കൊണ്ടുപോകുന്നതിന്റെ വാൽവാണ് വലത്ത് സൈഡിൽ. ഇടത് സൈഡിൽ ഇതിന്റെ 3 ഷട്ടറുകൾ പ്രളയകാലത്ത് മാത്രം തുറന്നു വിടുകയുള്ളൂ. പ്രധാനമായും കക്കി ഡാമിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രമാണ്. 3400 അടിയിൽ സ്ഥിതി ചെയ്യുന്ന കക്കി ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുന്നതാണ് ഈ പവർ ഹൗസിൽ. മൂഴിയാർ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദന ശേഷം വരുന്ന വെള്ളമാണിത്. ഈ വെള്ളം വീണ്ടും വൈദ്യുതി ഉൽപ്പാദനം കൊണ്ടുപോകാണ് ശ്രീധർത്തോട്ടിലേക്ക്. ഈ ഡാമിന്റെ പേര് മൂഴിയാർ ഡാം. ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോവാം. ഇതിനകത്തൂടെ ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോവാം. 2.5 മീറ്റർ വ്യാസം. അടുത്ത് വന്നപ്പോൾ എത്ര വലുപ്പമുണ്ടെന്ന് മനസ്സിലാവും. ഒരു ചെറിയ പൈപ്പാണ്. മൊത്തം ക്യാമറ ഒന്നും കിട്ടത്തില്ല. അതാണ് ഡാം. നമ്മൾ മറ്റിലാണ് മൂഴിയാർ ഡാം കണ്ടോ? അവിടെ നിന്നാണ് വന്നത്. മൂഴിയാർ ഡാം താഴെ കാണുന്നത്. നമ്മൾ മറ്റിലെ കണ്ട ഡാമാണ്. മറ്റിലെ കണ്ട ഡാമാണ് കാണുന്നത്. ഇനി അത് മല ചുറ്റി മുകളിൽ ചെല്ലുമ്പോൾ വലത്ത് വയസ്സാണ് ഡാം. നമ്മൾ മല ചുറ്റിയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് പോകുന്ന വഴി, ഗവിയൊക്കെ കണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്ക് നിർത്തി ഇതുണ്ട് ഒരു വലിയ പുൽമഴാണ്. പുല്ലൊക്കെ കുറവാണ്, പക്ഷെ മഴയൊക്കെ കഴിയുമ്പോൾ അടിപൊളി പുല്ലായിരിക്കും. അതൊന്നും അല്ല, ഇത് കണ്ട കക്കി ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് കണ്ടോ. കിടിലോൾസ് കിടിൽ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ പോലെ തോന്നിട്ടല്ലേ. ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കക്കി ഡാം എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ അതൊക്കെ വന്ന വണ്ടിയാണ്. ഇല്ലെന്ന് ആ ക്യാൻറ്റീൻ നമ്മൾ 12 കിലോമീറ്റർ ഉള്ളൂ. നമ്മളെല്ലാം ക്യാൻറ്റീനെ ഒന്നിച്ച് ചെല്ലണ്ട. നമ്മളൊരാൾ കൂടുതലേ വരുള്ളൂ പറയുന്നത്. ഞാൻ പറഞ്ഞേ, ആ ഡാമിലേക്ക് ചെല്ലുന്ന ടണലാണിത്. അതിന്റെ വാൽവ് ഹൗസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് കാണുന്നത് കണ്ട്. ഈ ഡാമിന്റെ അടിയിൽ നിന്നും ഇടത്തെ മല, നമ്മുടെ ഇടത്തെ സൈഡില് മല തുറന്നാണ്, ഈ മല തുറന്നാണ് കവറത്തിലേക്ക് ജലം ചെല്ലുന്നത്. ബ്രിട്ടീഷുകാർ ചെയ്താണ്. ബ്രിട്ടീഷുകാർ 1880 കാലഘട്ടത്തിൽ ഈ മല തുറന്നാണ് ഇടത്തെ സൈഡിലെ മല ഡാമിനിവിടെ നിർത്തരുത്. ഡാമിന് മുകളിൽ വാഹനങ്ങൾ നിർത്തരുത്, ചെറുങ്ങ പോകണം. വലതുവശത്തെ വെള്ളം കണ്ടു, ഇടതുവശം നോക്കിയേ, ഇടതുവശം നോക്കിയേ. വെള്ളമാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. ഈ ഇടത്തെ സൈഡ് മലമുകളിൽ 7 പില്ലറുകൾ വളർന്നു വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഡാമിലേക്ക് റോപ്പ് ചെയ്തതാണ്. ആ മരത്തിൽ കൊണ്ടാണ് താഴെ കയറി കിടക്കുകയാണ്. 7 പില്ലറുകൾ വളർന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. അതുപോലെ മമ്മി കാണാൻ മലമുകളിൽ ഷെഡ് കുഞ്ഞാമരം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. പണ്ട് കാലത്ത് 15,000 പേരെ ഇവിടെ പാർപ്പിച്ചാണ് ബ്രിട്ടീഷുകാരെ. 90 വർഷത്തോളം ഇവിടെ ടൗൺഷിപ്പ് ആയിരുന്നു. അന്നേ കാലത്ത് അവരെ പാർപ്പിച്ച് കെട്ടിടത്തിന്റെ ആവശ്യത്തിലാണ് മലമുകളിൽ കാണുന്നത്. പിന്നീട് കുഞ്ഞാമരം കോട്ടയ്ക്ക് വേണ്ടി കോട്ടയാക്കി മാറ്റിയതാണ്. കുഞ്ഞാമരം കോട്ട സിംഹമായിട്ട് കിടന്നുണ്ടോ? ആ കോട്ടയാണ് കാണുന്നത്. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ആൾക്കാരെ താമസിച്ച പ്രദേശമാണ്. അതുപോലെ ലാസ്റ്റ് കാണുന്ന മല ശബരിമലയിൽ മകരജ്യോതി തെളിയിക്കുന്ന പ്രദേശമാണ്. പൊന്നമ്പല മേടാണ് കാണുന്നത്. ലാസ്റ്റ് കാണുന്ന മല, ഇടതുവശത്ത് ലാസ്റ്റ് കാണുന്ന മല പൊന്നമ്പല മേട്. ശബരിമലയിൽ മകരജ്യോതി കഴിഞ്ഞയാഴ്ച തെളിയിച്ച പ്രദേശമാണ്. ലാസ്റ്റ് കാണുന്ന മലയാണ് പൊന്നമ്പല മേട്. നമ്മളത് ചുറ്റിയാണ് പോകുന്നത്. അതിന്റെ അപ്പുറത്തോടാണ് പോകുന്നത്. നമ്മൾ അവിടെ കാണത്തില്ല. നമുക്ക് അങ്ങോട്ട് പോകുന്ന റോഡ് കാണിച്ചു തരാം. ലാസ്റ്റ് കാണുന്ന മലയാണ് പൊന്നമ്പല മേട്. ശിലാഫലം എല്ലാവരും കണ്ടോണം. ശിലാഫലത്തിന്റെ അവിടെ തന്നെയാണ് നമ്മൾ വരുന്നത്. പണി തുടങ്ങിയ വർഷം, പണി കമ്മീഷൻ ചെയ്ത വർഷം. നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ച് 56 പേര് കാണും. അതിലെ ഈ വായിച്ചോക്ക ശങ്കര നമ്പൂതിരിപ്പാട് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള മാത്രമേ ഉള്ളൂ പേര്. തുടങ്ങിയ വർഷവും കമ്മീഷൻ ചെയ്ത വർഷവും.
സ്റ്റേഷനിലെത്തി. നമ്മുടെ സാർ അവിടെ വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ കൊച്ചുമുമ്പേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടാലോ. അത് KCBയുടെ ഡാം സേഫ്റ്റി സബ് ഡിവിഷനാണ്. പത്തനംതിട്ട 90 കിലോമീറ്റർ, മൂഴിയാർ 30 കിലോമീറ്റർ. ഇതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി. നമ്മുടെ പത്തനംതിട്ട എന്നുള്ള വണ്ടിയാണ് കിടക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇതാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. ഇവിടുന്ന് ഗവിക്ക് ഇനി 10 കിലോമീറ്റർ. ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇനി ആഹാരം കഴിച്ചിട്ട് ഗവിന്ന് പിന്നെ പരുന്തുംപാറ, ഗവിന്ന് നേരെ വണ്ടിപ്പെരിയാറിന് പരുന്തുംപാറ, അത് കഴിഞ്ഞ് നേരെ പത്തനംതിട്ട. ഓക്കെ, കാണാം. അങ്ങനെ മയിലിനെ കണ്ടു. അപ്പുറത്തുണ്ട്, താഴെയുണ്ട്, അപ്പുറത്ത് വേറെണ്ണമുണ്ട്. ഒരു പുള്ളിക്കാരൻ എവിടെയെങ്കിലും അടിപൊളി. അടുത്ത സ്ഥലത്ത് കൊടുക്കാം. പ്രളയത്തിൽ പ്രാഥമികമായി വിളയാടിപ്പോയില്ലേ, ഈ ഡാമുകളെല്ലാം കരകവിഞ്ഞൊഴി. രാത്രി ഡാം തത്തു തുറക്കപ്പെട്ടു. മരം വന്ന് ഷട്ടറിൽ കയറിയായിരുന്നു. ഈ ഡാമിന്റെ മേപ്പുള്ള ടീമിലൊക്കെ കാണിച്ചില്ല. ഈ ഡാമിന്റെ ഷട്ടറിന് അടയ്ക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെയാണ് ഷട്ടറിന് വെള്ളം നിൽക്കാതെ വന്നോടെ ഡാമിലൊക്കെ അതുപോലെ ശല്യമുണ്ടായിരുന്നു. പമ്പാവതിയിൽ ജലമില്ലെങ്കിൽ മാത്രം തുറന്നുവിടും. ശബരിമല ഉത്സവം ആറാട്ട് ആറുകൾ ഒത്തുന്ന ജലവേള മുതലായ സന്ദർഭങ്ങളിൽ പമ്പാവതി ജലമില്ലെങ്കിൽ മാത്രമേ തുറന്നുവിടും. പമ്പാടാം വലതുവശത്ത് കാണുന്നത് പമ്പാടാം. ഷട്ടർ വഴിയല്ല വെള്ളം പോകുന്നത്. താഴെ ഒരു പൈപ്പ് ഉണ്ട്, ഷെഡ് പോലെ വെച്ചേക്കുന്നുണ്ടോ? ഫോട്ടോ എടുത്തോണ്ട് വണ്ടി ഫോട്ടോ എടുത്തോ. സിനിമ കാണുമ്പോൾ ഓർത്തോളാം. അങ്ങനെ നമ്മൾ ഗവി സിറ്റിയിലെത്തി കേട്ടോ. ഇതാണ് ഗവി സിറ്റി. ഗവിയിലൊരു അമ്പലമാണ്. ഇതാണ് ഗവി സിറ്റി. ഇത്രേ ഉള്ളൂ സംഭവം. ആ വഴിയാ നമുക്കിനി പോകണ്ടേ. ഗവിയിലെത്തിയിരിക്കുകയാണ്. ആണ് ഗവിയാർ ഡാം. ഗവിയാർ ഡാം. അതാ പറഞ്ഞേ അവിടെ
നമ്മുടെ യാത്രക്കാരിൽ നിന്ന് ഇറങ്ങി ഒന്ന് ആസ്വദിച്ച് സെൽഫിയോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പ്. ദേവദാരുവിന്റെ കാര്യം പറഞ്ഞാൽ ഈ ദേവദാരു കേട്ടോ, തൊട്ട് ഒരു കല്ലുവാഴ നിൽക്കുന്നുണ്ട്. കല്ലുവാഴ പോട്ടെ 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 പോട്ടെ. ഇപ്പോൾ നമ്മളങ്ങനെ ഗവിയാർ ഡാമിൻ്റെ മുകളിൽ നടക്കാം. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഹാപ്പിയായിട്ട്. താഴെ വരെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി എന്റെ ദൈവമേ, വണ്ടിയുടെ ചാകര. വണ്ടി ഈ സൈഡിലെങ്ങാണ്ട് വിടണേ. ഇവിടെ പിന്നെ എഴുതി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വഴിയെല്ലാം ബ്ലോക്കായിരിക്കും. മുന്നോട്ട് പോകണ്ട, അവിടെ തന്നെ തിരിച്ച് ഇവിടെ എവിടെയും വിടുക. ആൾക്കാരോട് ഇവിടെ വരാൻ പറയും. ഇവിടെ ഇറങ്ങിയിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിടുക, അല്ല റോഡ് സൈഡിൽ ഇടുക. ഇറങ്ങിയുടെ സൗകര്യം ഉണ്ടല്ലോ അവിടെ. എല്ലാരും ഒരു മണ്ഡപം ഉണ്ട് അവിടെ. ആ മണ്ഡപം കണ്ടോ എല്ലാരും? ഒരു മണ്ഡപം. നമ്മുടെ അവസാന പോയിന്റായ പരുന്തുംപാറയിലെത്തി. നമുക്ക് ചായ പിടിക്കാം. പരുന്തുംപാറ ഇതൊരു ഒന്നൊന്നര വ്യൂ പോയിന്റാണ്. ഇപ്പൊ കാണിക്കും, വ്യൂ പോയിന്റ് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ വണ്ടി പാർക്കാനുള്ള സ്ഥലമാണ് കാണിച്ചത്. വ്യൂ പോയിന്റ് ഇപ്പൊ കണ്ടോ.
എങ്ങനെയുണ്ട് നിങ്ങൾ പറ. വിശാഖേ എന്താ വരുന്നത്? ഇവിടെ ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ മിച്ചം നോക്കണ്ട. വഴികളാണ്, ഇത് നമ്മുടെ ബസ് വന്ന വഴിയാണിത്. ഇനിയിപ്പം ഇത് വേണ്ട, ഇതൊരു ടോപ്പ് ഏരിയ ആണ്. എനിക്കത് 10,000 അടി ഉയരം ഉണ്ട് ഇവിടെ. തണുപ്പ് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പരുന്തുംപാറയുടെ മറ്റൊരു വശം. ഈ റോഡിൽ കൂടി ഇങ്ങനെ നടക്കാം. അവിടെ ഇതുവഴി ഇങ്ങോട്ട് മേലോട്ട് വഴിയുണ്ടായിരുന്നു. അതെ, ഇതുവഴി മേലോട്ട് വഴിയുണ്ട്. ഇതുവഴി കയറാം. പരയുടെ ഒരു ദൃശ്യം. വണ്ടിയൊക്കെ അവിടെ കിടക്കണം. വണ്ടി എടുക്കണം. അവിടെ വണ്ടി കിടക്കണം. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാവുന്ന കേട്ടോ. ഇതാണ് പരുന്തുംപാറ. ഇപ്പം സമയത്ത് 6:30 അല്ലേ? ഇതൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും. നല്ല തണുപ്പാണ്. കടലിലെ പുള്ളിക്കാരൻ ഒരു ഇഷ്ടമില്ല തണുപ്പാണ്. അതുപോലെ രാവിലെ ഈ സമയത്തുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. മഞ്ഞുള്ള ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഇതാണ് പരുന്തുംപാറ. അപ്പോൾ നമ്മുടെ ഗവി ട്രിപ്പ് ഇങ്ങനെ ഇവിടെ കൊണ്ട് തീർന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ മുണ്ടക്കൻ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ പത്തനംതിട്ട ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരി. നമ്മുടെ BTCയുടെ ട്രിപ്പുകൾ എല്ലാ ഡിപ്പോയിൽ നിന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രിപ്പുകൾ പോകാം. എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.